തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ കോഴിക്കോട് LDFിൻ്റെ യോഗം നടന്നിട്ടുണ്ട്. നമുക്കിപ്പം ഇപ്പോൾ LDF കൺവീനർ മുക്കം മുഹമ്മദ് ചേരുന്നുണ്ട്. എങ്ങനെയാണ് ചർച്ചകൾ കഴിഞ്ഞു? സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞു? മുന്നണിയുടെ പട്ടിക പരിപൂർണ്ണ തയ്യാറായി. 28 ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പാർട്ടികൾക്ക് ഓരോ ഡിവിഷനും അവരുടെ വീതം വെച്ച് നമ്മൾ നൽകി. കോർപ്പറേഷനകത്ത് 76 ഡിവിഷൻ്റെ അകത്ത് എല്ലാ കക്ഷികൾക്കും അതിൻ്റെ സംവിധാനങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. കോർപ്പറേഷനകത്ത് സ്ഥാനാർത്ഥികളെയും കൂട്ടി, ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥികളെ കൂട്ടുന്നില്ല, അവർ ഫീൽഡിൽ പ്രവർത്തനത്തിലുള്ളത്. ഇവിടെയുള്ള 76 കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും ഒരുമിച്ച് കൂട്ടി ഈ പ്രഖ്യാപനം നാളെ നടത്തും. മുന്നണിയിനകത്ത് എല്ലാ കക്ഷികൾക്കും സ്വാഭാവികമായി ചെറുതും വലുതുമായ എല്ലാ കക്ഷികളെയും കാര്യമായി അവർക്കുള്ള പരിഗണന നൽകി എല്ലാവരെയും അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് മുന്നണി ചർച്ച മുന്നോട്ട് പോയത്. മുന്നണിനകത്ത് മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. RJDയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രേംസ് കുമാർ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു അതൃപ്തി വ്യക്തമാക്കിയിരുന്നു. LDFിൽ കൃത്യമായ സ്ഥാനം ലഭിക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയിൽ പരാതി ഉയർന്നു വന്നിരുന്നു? സ്വാഭാവികമായി ചർച്ച ഉണ്ടാകുമ്പോൾ ചില പ്രയാസങ്ങൾ എല്ലാ കക്ഷികൾക്കും ഉണ്ടാവും. ആ കക്ഷി ചർച്ചയിലൂടെ ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രത്യേകിച്ച് അക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. CPM ഈ പ്രാവശ്യം മറ്റ് കൊല്ലത്തെ പോലെ തന്നെ കുറേകൂടി വിശാലമായ മനസ്സോടുകൂടി ജില്ലയിൽ ഞങ്ങൾ കുറേകൂടി നല്ല രൂപത്തിലേക്ക് കടന്നു പോകണം, വളരെ ഐക്യമുണ്ടാവണം. ഇടതുപക്ഷ മുന്നണിയുടെ വിജയം കുറച്ചും കൂടി മേന്മയുള്ളതാക്കണം എന്നുള്ള തീരുമാനത്തിലാണ് മുന്നോട്ട്. അതിൻ്റെ എല്ലാ സാധ്യതയുണ്ട്.